അപ്പോസ്തലനായ പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മർക്കോസിൻ്റെ മാളികമുറിയിൽ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ സുവിശേഷം കേട്ടുകൊണ്ടിരുന്ന ജനത്തിൻ്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു പരിശുദ്ധാത്മാവ് അവരോട് ഇടപെടുവാൻ തുടങ്ങി. അവർ ചോദിച്ചു, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചാണ് അവർ കേട്ടത്. യേശുവിനെ പിതാവ് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നുള്ള സദ്വർത്തമാനം കേട്ടവർ ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആലോചന പറഞ്ഞു. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇതാ സുവിശേഷം പങ്കുവച്ചപ്പോൾ ജനങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ശക്തമായ രണ്ട് ആലോചനകൾ ഈ വചനത്തിൻ്റെ അകത്തുണ്ട്. ഒന്ന്, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. രണ്ട്, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ. പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. പാപങ്ങൾ മോചിക്കപ്പെടണമെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മതി. യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചാൽ മതി. എന്നാൽ അതിനോട് ചേർന്ന് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വചന സത്യമാണ് മാനസാന്തരം. മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നാം എത്ര വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാലും അതിന് പ്രയോജനമുണ്ടാകില്ല. മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേൽപ്പിൻ. ലംഘനം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തു നിങ്ങൾക്ക് മാറ്റം നൽകുന്ന ദൈവമാണ്. നിങ്ങൾ രൂപാന്തരപ്പെടുന്ന ദൈവമാണ്. നിങ്ങൾ സമർപ്പണത്തോടെ നിങ്ങളുടെ ജീവിതത്തിലെ ഇന്നലകളിൽ വന്ന കുറവുകളെല്ലാം സമ്മതിച്ച് പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിച്ച് എന്നേക്കുമായി ഉപേക്ഷിച്ച് ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമോചനമുണ്ട്. പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളയുവാൻ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് പാപമോചനമുണ്ട്. യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. മാനസാന്തരപ്പെടുക എന്നൊരു ശക്തമായ സന്ദേശം ഇന്ന് പകൽ ദൈവാത്മാവ് തരികയാണ്. എന്തുകൊണ്ടാണ് ശത്രു പ്രബലപ്പെടുന്നത്? നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരാനുഭവം ഇല്ലാത്തതുകൊണ്ടാണ്. വെളിച്ചം ലോകത്തിൽ വന്നിട്ട് വെളിച്ചത്തെക്കാൾ അധികമായി ഇരുളിനെ സ്നേഹിക്കുന്നത് കൊണ്ട് ഇരുളിൻ്റെ ശക്തികൾ പ്രബലപ്പെടുകയാണ്. എന്നാൽ ഇന്ന് പകൽ പാപവഴികൾ ഉപേക്ഷിച്ച് ദൈവത്തോട് തെറ്റേറ്റു പറഞ്ഞ് ആ വഴികൾ ഉപേക്ഷിച്ച് ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ തയ്യാറായാൽ അവിടെ വെളിപ്പെട്ടു വരുന്ന ഒരു മഹത്വമുണ്ട്. അവിടെ വെളിപ്പെട്ടു വരുന്ന ദൈവശക്തിയുണ്ട്. യേശുവിനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവ മക്കളാകാനാണ് പിതാവ് അധികാരം നൽകിയിരിക്കുന്നത്. മക്കൾ അവകാശികളാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മാറ്റം സത്യമാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ സത്യമുണ്ടെങ്കിൽ, ദൈവം നിങ്ങൾക്ക് നൽകുന്ന പദവി മകനെന്ന പദവിയാണ്, മകളെന്ന പദവിയാണ്. മക്കളെങ്കിലോ നിങ്ങൾ അവകാശികളോ ആകുന്നു. നീ അവകാശിയാണ്, അവകാശിയാണ്. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നിന്നെ തേടി വരും. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും നിന്നെ തേടി വരും. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.